എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരയാത്തവരായി ആരും ഉണ്ടാകില്ല. സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും വേദനയിലായാലും ആശ്വാസത്തിലായാലും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട്. എന്നാൽ എന്താണ് ഈ കണ്ണുനീർ? എന്തിനാണ് മനുഷ്യർ കരയുന്നത്? കേവലം ഒരു വികാര പ്രകടനത്തിനപ്പുറം നമ്മുടെ ശരീരത്തിലും മനസ്സിലും നടക്കുന്ന സങ്കീർണമായ ഒരു ശാസ്ത്രമുണ്ട് ഈ കരച്ചിലിന് പിന്നിൽ. നമുക്ക് ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. കണ്ണുനീർ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കണ്ണിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ലാക്രിമൽ ഗ്രന്ഥികളാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ കണ്ണുനീർ പ്രധാനമായി 3 തരത്തിലുണ്ട്. ഒന്നാമത്തേത് ബേസൽ ടിയേഴ്സ്. നമ്മുടെ കണ്ണിനെ എപ്പോഴും നനവുള്ളതാക്കി വരണ്ടു പോകാതെയും അണുബാധ ഏൽക്കാതെയും സൂക്ഷിക്കുന്ന കണ്ണീരാണിത്. നമ്മൾ അറിയാതെ തന്നെ ഇത് ഒരു ദിവസം 5 മുതൽ 10 ഔൺസ് വരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തേത് റിഫ്ലക്സ് ടിയേഴ്സ്. ഉള്ളി അരിയുമ്പോഴോ കണ്ണിൽ പൊടിപടലങ്ങൾ വീഴുമ്പോഴോ പുകയേൽക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന കണ്ണീരാണിത്. കണ്ണിലെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വസ്തുക്കളെ കഴുകിക്കളഞ്ഞ് കണ്ണിനെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ധർമ്മം. ഇനി മൂന്നാമത്തേതും ഏറ്റവും കൗതുകകരമായ ഒരു കണ്ണുനീരാണ് ഇമോഷണൽ ടിയേഴ്സ് അല്ലെങ്കിൽ വൈകാരിക കണ്ണുനീർ. സന്തോഷം, ദുഃഖം, ഭയം, ദേഷ്യം തുടങ്ങിയ ശക്തമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തിൽ നിന്നും സിഗ്നലുകൾ എത്തുകയും ലാക്രിമൽ ഗ്രന്ഥികൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്താണ് ഇത് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് വൈകാരിക കണ്ണുനീരിന് ഇത്രയധികം പ്രാധാന്യം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കണ്ണുനീരിലാണ് മറ്റു 2 തരം കണ്ണീരിനേക്കാൾ കൂടുതൽ പ്രോട്ടീനുകളും പ്രത്യേകിച്ച് സ്ട്രെസ് ഹോർമോണുകളും അടങ്ങിയിരിക്കുന്നത്. കോർട്ടിസോൾ പോലുള്ള ഈ ഹോർമോണുകൾ കരച്ചിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് അത് സഹായിക്കും. കരയുമ്പോൾ നമ്മുടെ ശരീരം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ സജീവമാക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന പ്രതികരണത്തിന് കാരണമാകുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെ ശാന്തമാക്കുന്നു. അതുകൊണ്ടാണ് ഒരുപാട് കരഞ്ഞ ശേഷം നമുക്ക് മാനസികമായ ഒരു ആശ്വാസം ലഭിക്കുന്നതായി തോന്നുന്നത്. ഓക്സിറ്റോസിൻ, എൻഡോർഫിനുകൾ തുടങ്ങിയ സന്തോഷ ഹോർമോണുകൾ പുറത്തുവിടാനും കരച്ചിൽ സഹായിക്കുന്നു. ഇത് വേദന ലഘൂകരിക്കാനും മാനസിക നില മെച്ചപ്പെടുത്താനും ഉപകരിക്കപ്പെടും. കരച്ചിൽ വെറും ഒരു ശാരീരിക പ്രതികരണം മാത്രമല്ല, ഇതൊരു സാമൂഹിക ആശയവിനിമയ ഉപാധി കൂടിയാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശപ്പ്, വേദന, ശ്രദ്ധ ആവശ്യപ്പെടൽ എന്നിവ അറിയിക്കാനുള്ള ഏക മാർഗമാണിത്. മുതിർന്നവരിൽ കണ്ണുനീർ നമ്മുടെ ഇമോഷണൽ സൈഡും നിസ്സഹായതയും സഹായത്തിനായുള്ള ആവശ്യകതയും മറ്റുള്ളവരെ അറിയിക്കും. ഇത് മറ്റുള്ളവരിൽ സഹാനുഭൂതിയും പിന്തുണ നൽകാനുള്ള ഒരു മനസ്സും സൃഷ്ടിക്കുകയാണ് ചെയ്യുക. നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിലും കണ്ണീരിന് വലിയ പങ്കുണ്ട്. അപ്പോൾ കരച്ചിൽ ഒരു ബലഹീനതയല്ല, മറിച്ച് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഒരു പ്രതിരോധ സംവിധാനമാണ്. കണ്ണുകൾക്ക് നനവ് നൽകുന്നു, കാഴ്ച വ്യക്തമാക്കുന്നു. കണ്ണിലെ അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന രാസവസ്തു കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നു. മാനസിക പിരിമുറുക്കം ഇതിലൂടെ കുറയും, വൈകാരികമായ റിലീസ് നൽകുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ അത് അടക്കി പിടിക്കേണ്ട. കാരണം ഉള്ളു തുറന്നുള്ള ഒരു കരച്ചിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. കരച്ചിലിന്റെ ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കി വികാരങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് പഠിക്കാം.